ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷാ ഹർജി NIA കോടതി 4 മണിക്ക് വാദം കേൾക്കും. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിൽ UDF MPമാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ സന്ദർശിച്ചു. നേരത്തെ ഇടത് MPമാരുടെ സംഘവും കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. അതേസമയം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പാർലമെന്റിൽ എത്തിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായി പ്രതികരിച്ചു. नाम का इशू है, उसको लेकर के गृह मंत्री से भी मिले थे विपक्ष के सांसद। कानून अपना काम कर रहा है. ജാമ്യ അപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാരും പോലീസും എതിർക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. പ്രശ്നപരിഹാരത്തിന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പു നൽകി. മതം നോക്കിയല്ല BJP പ്രവർത്തിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് ലാൽ, ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഉറപ്പ് കിട്ടിയിരിക്കുന്നു. NIA കോടതിയിലേക്ക് ജാമ്യ ഹർജി എത്തുമ്പോൾ മോചനം സാധ്യമാകും എന്ന് തന്നെ വേണ്ടേ നമ്മൾ പ്രത്യാശിക്കേണ്ടത്? ഗുഡ് ആഫ്റ്റർനൂൺ ലക്ഷ്മി. അതുതന്നെയാണ് ഇവിടെയുള്ള ഇപ്പോൾ കന്യാസ്ത്രീകളെ ഇപ്പോൾ സന്ദർശിച്ച് പുറത്തിറങ്ങിയ UDF MPമാരുടെ അതെ കോൺഗ്രസ് MPമാരുടെ സംഘവും വ്യക്തമാക്കിയത്. ഒരു പ്രതീക്ഷയുണ്ട്. അമിത്ഷാ തങ്ങളോട് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കന്യാസ്ത്രീകളോട് താൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏവർക്കും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഇനിയൊക്കെ കോടതിയുടെ കയ്യിലാണ്. കോടതി ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കോടതി ഈ 2 കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ 10 മണിക്ക് ഹർജി ഫയൽ ചെയ്യും, 11:30 മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ചാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത്. ഹർജി സംബന്ധിച്ച് നിലനിൽക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളടക്കം ഉള്ള ജാമ്യ ഹർജി ഇന്ന് വിശദമായി പരിഗണിക്കുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് പരിഗണിക്കുമ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകനും ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. ഏതായാലും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്, ബിലാസ്പൂർ NIA കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കന്യാസ്ത്രീകൾ മോചിക്കപ്പെടുമോ അല്ലെങ്കിൽ എന്താണ് കോടതിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ പറ്റും. അതുകൊണ്ട് ബിലാസ്പൂർ NIA കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും ഒരു ആശ്വാസ വാർത്തയാണ്. കോടതി ഇന്ന് തന്നെ ഈ കേസ് 4 മണിക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത. ആ വാർത്ത കന്യാസ്ത്രീകൾക്കും അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് MPമാർക്കും വളരെ ആശ്വാസം നൽകിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്, ഇന്ന് 4 മണിക്ക് പരിഗണിച്ച് പരിഗണിച്ച് കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ജയിൽ മോചിത ആകാനുള്ള കാര്യങ്ങളൊക്കെ സഭാ നേതൃത്വം ചെയ്തിട്ടുണ്ട്. നാളെ ആയാലും പോലും ജാമ്യം എടുത്ത കന്യാസ്ത്രീകളെ പുറത്തെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ജാമ്യ വ്യവസ്ഥകളടക്കം ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നാണ് സഭാവൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയും പൂർണ്ണ രൂപത്തിൽ കന്യാസ്ത്രീകൾക്ക് NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. നിലവിൽ ബജ്രംഗ് ദളിന്റെ ഒരു ഹർജിയും ഇപ്പോൾ കോടതിയുടെ പരിഗണനയില്ല. ഇനി കേസിൽ വാദം കേൾക്കുമ്പോൾ ബജ്രംഗ് ദളിന് വേണ്ടി കക്ഷിയായ ബ്രഞ്ചങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിഭാഷകർ ഹാജരാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് തീർപ്പ് പറയാൻ കഴിയില്ല ലക്ഷ്മി. ബജ്രംഗ് ദൾ നേതാവുമായി രാവിലെ തന്നെ ശരത് ലാൽ ബന്ധപ്പെട്ടിരുന്നു. അവരോട് വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ നമ്മൾ? അവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അക്കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇടപെട്ട ഒരു കേസായതിനാൽ തന്നെ വളരെ കരുതലിലാണ് പിന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പ്രതികരിക്കുന്നത്. ഏതായാലും നിലവിൽ ബജ്രംഗ് ദൾ ഒരു കേവിയറ്റോ അല്ലെങ്കിൽ ഒരു ഹർജിയോ NIA കോടതിയിൽ നൽകിയിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള ഏക ഹർജി എന്ന് പറഞ്ഞാൽ ജാമ്യാപേക്ഷ മാത്രമാണ്. അത് വൈകുന്നേരം 4 മണിക്ക് പരിഗണിക്കും. ആ സമയം സർക്കാരിൻ്റെ
സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അതായത് വക്കീൽ അവിടെ ഉണ്ടായിരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ജാമ്യാപേക്ഷയെ എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ എതിർക്കുന്നില്ലയോ എന്ന കാര്യം ചോദിക്കാനാണ്. ഏതായാലും എതിർക്കില്ല എന്നൊരു തീരുമാനമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 4 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കന്യാസ്ത്രീകൾ മോചിതമാവുമോ അല്ലെങ്കിൽ ജാമ്യ ഹർജി പരിഗണിക്കും, എന്തായിരിക്കും കോടതി വിധി എന്ന കാര്യത്തിൽ നമുക്ക് 4 മണി വരെ കാത്തിരിക്കേണ്ടി വരും. അതിന് മുമ്പേ അതായത് 2 മണിക്ക് തന്നെ ഒന്നുകൂടി നേരത്തെ ആക്കാനുള്ള ഒരു ശ്രമം കോടതിയിൽ നടക്കുമെന്നും അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കാരണം 4-5 മണി വരെ മാത്രമാണ് കോടതി. സ്വാഭാവികമായിട്ടും തുടർവാദങ്ങൾക്കോ കാര്യങ്ങൾക്കോ സമയം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വാദം കേൾക്കാൻ തയ്യാറാകുമോ കോടതി എന്ന് ഉച്ചയ്ക്ക് മെൻഷൻ ചെയ്യാനുള്ള കന്യാസ്ത്രീകളെ അഭിഭാഷകർ ശ്രമിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് വളരെ ആശ്വാസകരമായ വാർത്ത, ഇന്ന് തന്നെ ഈ കന്യാസ്ത്രീകളുടെ ഹർജി വൈകിട്ട് 4 മണിക്ക് പരിഗണിക്കാൻ NIA കോടതി ബിലാസ്പൂരിലെ NIA കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സന്തോഷകരമായ വാർത്ത. ലക്ഷ്മിപ്രിയ. തീർച്ചയായും സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവർ ഇന്ന് പുറത്തിറങ്ങുമോ, അവർക്ക് ഇന്ന് ജാമ്യം കിട്ടുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആ ജാമ്യം കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശരത്ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.